എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. പിന്നെ റീഡിങ്സ് എപ്പോഴും പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് വരില്ല, കാരണം അഡ്വാൻസ്ഡ് ബുക്കിംഗ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക. 1 വീക്കെങ്കിലും ഡിലേ യൂഷ്വലി ഉണ്ടാവാറുണ്ട്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഓഫ് എടുക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പെട്ടെന്ന് റീഡിങ്സ് ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അന്നേ ദിവസം അല്ല, ഒരു 2-3 ദിവസത്തിനകം ചിലപ്പോൾ എടുത്തേക്കാം. എന്നാലും യൂഷ്വലി മിനിമം 1 വീക്കാണ് നമ്മൾ ഇത് വരുന്നത്. ഓക്കെ, എന്തായാലും നമ്പർ 1 ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1. ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ഓക്കെ, ഇനി ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. സോ പൈൽ നമ്പർ 1, നിങ്ങൾക്ക് ഈ പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. പൈൽ നമ്പർ 1, ലെറ്റ്സ് സീ ദ റീഡിംഗ്. നിങ്ങൾക്കായിട്ടുള്ള സന്ദേശം. ഓക്കെ, വൈൻ എനർജി, ഡോഗ് കാർഡ്, നെക്സ്റ്റ് വന്നിട്ട് സൺറൈസ്, റീത്ത് അല്ലെങ്കിൽ ആക്സ് എനർജി, നെക്സ്റ്റ് ഗ്രേപ്സ് എനർജി, ആൻഡ് ലാസ്റ്റ് മെയിൻ തീം ഇസ് ഡെസ്ക് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു സന്ദേശം, ഒരു പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം, ആക്സ് എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് വേണ്ടത്ര ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. കാരണം പല കാര്യങ്ങളിലും നിങ്ങൾ ചാടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കാൻ ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുത്തു ചാടി പോകാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ ആലോചിച്ചും കണ്ടും തീരുമാനങ്ങളൊക്കെ എടുക്കുക, എടുത്തു ചാടി പോകാതിരിക്കുക എന്നുള്ളതാണ്. സൗഹൃദങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ബലമായിട്ടാണ് കാണുന്നത്. നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതെപ്പോഴും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്കൊരു സംരക്ഷണ വലയം തീർക്കുന്നതായിട്ടുള്ളൊരു സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് വളരെയധികം ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. അത് എടുത്തു പറയാൻ കാര്യം, ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ചില സൗഹൃദങ്ങളെ അത് ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയും. നമ്മളെപ്പോഴും കൂടെ ഉള്ളതിന് അതിന് വില കൽപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ വില കൊടുക്കാതിരിക്കരുത്. കാരണം അങ്ങനെയുള്ള ചില സുഹൃത്തുക്കൾ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ ഏത് തരത്തിലും സംരക്ഷിച്ചു പിടിക്കുന്ന ആളുകളാണ് അവർ. സൺറൈസ് എനർജിയാണ്. ഒത്തിരി അവസരങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഫ്രഷ് ന്യൂ സ്റ്റാർട്ട്, പുതിയ ഒരു തുടക്കമാണ്. അതായത് സുപ്രഭാതമാണ്. ഒരു രാത്രിക്ക് ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു സൂര്യൻ സുപ്രഭാതം ആ ഒരു എനർജി സൂചിപ്പിക്കുന്ന പുതിയ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് എത്തുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള പാഷൻ വെറുതെ കളയാതിരിക്കുക. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഗ്രേപ്പ് എനർജിയാണ്. സോ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ടൈം ഔട്ട് എടുക്കാം. സൗഹൃദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സൗഹൃദങ്ങൾക്കായിട്ട് സമയം ശ്രദ്ധിക്കുക. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക. യാത്രകൾ പോകുന്നതോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ഹോബി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ആക്സ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല അതോടൊപ്പം തന്നെ ചില നെഗറ്റീവ് എനർജീസും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചില ശത്രുതകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതോ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നതോ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവാം. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ എതിർത്ത് നിൽക്കാൻ നിങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും വേണ്ട കാര്യങ്ങൾ ചെയ്ത് തന്നോളും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എടുത്ത് പറഞ്ഞത് സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് റീത്താണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് മെയിനായിട്ടും നഷ്ടങ്ങൾ എന്ന് പറയുന്നത്
നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനിവാര്യമല്ലാത്ത കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിട്ടുകളിയ ലെറ്റ് ഗോ എനർജിയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളത്. ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു സോറും നഷ്ടപ്പെട്ടു പോയ വ്യക്തിയായിരിക്കാം. അത് ചിലപ്പോൾ മരിച്ചു പോയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള, ഇപ്പോൾ ചിലപ്പോൾ ദൂരത്തേക്ക് പോയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിട്ട് വഴക്കിട്ട് പോയതാവാം. എന്ത് തന്നെ ആയാലും അതൊരു അടഞ്ഞ അധ്യായമാണ്. അപ്പോൾ യു ആർ ഹാങ്ങിങ് ഓൺ ടു ഇറ്റ്. അത് വിട്ട് കളയേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് ഒരിക്കലും അത് ഓർമ്മയിൽ ഉണ്ടാവരുത് എന്നുള്ളതല്ല, നിങ്ങൾ അതിൽ തന്നെ ചിന്തിച്ച് ജീവിതം നശിപ്പിക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു എനർജിയാണ് മെയിൻ തീം വന്നിട്ടുണ്ടായിരുന്നത്. ഡെസ്ക്കാണ്. അപ്പോൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വർക്കിലേക്കുള്ള ശ്രദ്ധ കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബാലൻസ് വളരെ അനിവാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ യാത്ര പോകുന്നു, ഹാവിങ് ഫൺ വിത്ത് ഫ്രണ്ട്സ്, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആവും. അപ്പോൾ അല്ലെങ്കിൽ വർക്കിലാണെങ്കിൽ മുഴുവൻ സമയം വർക്കില്ല. അപ്പോൾ മുഴുവൻ സമയം വർക്കിൽ കൊടുക്കാതിരിക്കുക, റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പിന്നെ അതിൽ മുഴുകിപ്പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ചെയ്യുമ്പോഴും വർക്കിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം അപ്പോൾ എല്ലാം അനിവാര്യമാണ് ലൈഫിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. സോ ലെറ്റ്സ് സീ. സോ നെക്സ്റ്റ് വന്നിട്ട് ബ്രിഡ്ജ് എനർജിയാണ്. സോ സക്സസ്ഫുള്ളി ചില പ്രോബ്ലംസൊക്കെ നിങ്ങൾ അടുത്തിടയ്ക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ചില പ്രോബ്ലംസൊക്കെ നിങ്ങൾ അതിനെ അതിജീവിച്ച് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പോകുന്ന ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ എന്തെങ്കിലും പ്രോബ്ലംസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജാണ്, പ്രത്യേക മെസ്സേജാണിത്. നിങ്ങൾ അതിനെ അതിജീവിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഗുഡ് ന്യൂസ് കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച് കുറച്ചധികം നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യം അടുത്തിടയ്ക്ക് മെർക്കുറി റെട്രോഗേറ്റ് സംബന്ധിച്ച് ഉള്ള ബന്ധപ്പെടുത്തി ജൂപ്പിറ്ററിൻ്റെ എനർജിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഡിലേസ് ഉണ്ടായതാവാം. അതിലിപ്പോൾ മാറ്റമുണ്ട്, കിട്ടേണ്ടത് നിങ്ങളിലേക്ക് തന്നെ എത്തുന്നു. പോസിറ്റീവ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. പുതിയ പുതിയ ബന്ധങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ബിസിനസ് ഡീലിങ്സ് ആവാം, അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ ഡീലിങ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഡീലിങ്സ് എങ്ങനെയുള്ളതാണ്, അത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ അതൊരു എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു രസത്തിനുള്ളൊരു രീതിയാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഒന്ന് റിലാക്സ് ഫൺ എനർജിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ ഒരു തീരുമാനമാണ് ശ്രദ്ധിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഈ ചില ശത്രുക്കൾ അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ നെഗറ്റിവിറ്റി പറയുന്നത് അതൊരു ചെയിൻ ഓഫ് ഇവൻ്റ് ആണ്. അതായത് അതിങ്ങനെ ഒരാൾ പറഞ്ഞു ആ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലല്ലാതെ കുറച്ച് ചില ആളുകൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നു. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുമ്പോഴാണ് നിങ്ങളത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ വിട്ട് കളയുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം. ബാരൽ എനർജിയാണ്. അഗെയിൻ ബ്രീത്ത് എനർജി, ബാരൽ എനർജി, സ്ട്രോങ് കണക്ഷൻ. അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഒരു കണക്ഷൻ, ഒരു എനർജി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ സ്ട്രോങ് മെസ്സേജാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫീൽ ഓഫ് ലാക്കിങ്, ഈ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. അത് വളരെ വലിയൊരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് പോയത് കൊണ്ട് ഇനി എനിക്ക് ജീവിതമേ ഇല്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ആ ഒരു ലാക്കിംഗ് മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറാം. ഇനിയും ജീവിതം ബാക്കി കിടപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ബാക്കിയുള്ള ജീവിതത്തിൽ ബാഗ് എനർജിയാണ്. സോ ഗുഡ് ന്യൂസ് ഇസ് കമ്മിങ്. ഇപ്പോൾ നിങ്ങളുടെ കരിയർ, ഫിനാൻസ് സിറ്റുവേഷൻ ആണ് ബാധിച്ചിട്ടുള്ളതെങ്കിൽ ഗുഡ് ന്യൂസ് ഇസ് കമ്മിങ്. നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച ജോലിയും ശമ്പള വർധനവും കാര്യങ്ങൾ, ഫിനാൻഷ്യൽ അപ്ഗ്രേഡ് കാര്യത്തിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് ചെയ്യുക. ലൈഫ് ഇവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല. ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു വാതിൽ അണയുമ്പോൾ പുതിയൊരു വാതിൽ തുറക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും നിങ്ങൾ പൂർണ്ണമായിട്ടും മാറുക. കാരണം ആ നെഗറ്റിവിറ്റി നിങ്ങളെ എങ്ങും കൊണ്ടെത്തിക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി. നെക്സ്റ്റ് മെയിൻ തീമായിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്നത് വിഷ് ഇസ് ഗ്രാൻഡഡ് എനർജിയാണ്. അപ്പം ഇത് മെയിനായിട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് എന്താണോ അത് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
ഒരു ഭൂരിഭാഗം ആളുകൾക്കും ഇത് നിങ്ങളുടെ വർക്ക് ഫിനാൻസ് റിലേറ്റഡ് ആണ്. അല്ലാത്തവർക്ക് നിങ്ങൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ അതേ കാര്യമല്ല. ഇപ്പോൾ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ വേറൊരു ജോലി. സോ ആ ഒരു കാര്യം ആ ഏരിയയിൽ ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് ഫയൽ നമ്പർ 2 റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫയൽ നമ്പർ 2 ആണെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഫയൽ നമ്പർ 2, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഫയൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, സോ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഡാർക്ക് മാൻ ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് വിക്ടറി വി ആണ്. അതുപോലെ ക്രിപ്പ് ബൊക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഫോറസ്റ്റ് ആൻഡ് വീപ്പിംഗ് വില്ലോ ആൻഡ് മെയിൻ തീം വന്നിട്ട് ആക്വേ. സോ ഫസ്റ്റ് ഈ ഒരു എനർജി ഡാർക്ക് മാൻ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആണോ, റിലേഷൻഷിപ്പ് ആസ് സച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ, അതോ നിങ്ങളത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം റിലേഷൻഷിപ്പ് പലപ്പോഴും ലൈഫിൽ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവില്ല, നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റുന്നതാവാം. അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈൻഡിലൊരു ഫിയർ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അത് അതിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. വിക്ടറി എനർജി കണക്ഷൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു എനർജി അഡ്ജസ്റ്റൻ്റ് ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പല തരത്തിൽ കണക്ഷൻസ് വരാം. അപ്പോൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന എന്തൊരു കാര്യമാവാം. അപ്പം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ട് ലൈഫിൽ ആഗ്രഹിച്ച ആ ഒരു വിക്ടറി, ആ ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആകാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കാണിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, അതായത് തുണികൾ, നെയ്ത്ത് അതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് പോകുന്നതായിരിക്കാം. കൈത്തറി, അതേപോലെ സാരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്ത്രങ്ങൾ, കാഞ്ചീപുരം അതുപോലത്തെയൊക്കെ ഒരു എനർജി കാണിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമായിരിക്കും. ആ ഒരു എനർജിയും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് അഗെയിൻ ക്രിബ് എനർജിയാണ്. സോ വിവാഹം, കുട്ടികൾ, അങ്ങനത്തെയൊക്കെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് ആവാം. അല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ, ബിസിനസ് അതുപോലുള്ള എന്തെങ്കിലും കാര്യം സ്വന്തമായിട്ട് നിങ്ങളായിട്ട് എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കുന്നതാവാം. അത് കുട്ടികളാവാം, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് എന്നുള്ള രീതിയിലാവാം, സ്വന്തമായിട്ട് എന്തോ എന്നുള്ള രീതിയിലും. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഈ എനർജി പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുട്ടികളുണ്ട്, അത്യാവശ്യം വളർന്ന് വലുതായ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്രതീക്ഷിതമായിട്ട്. പക്ഷെ കുട്ടികളെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിക്കുള്ള ചാൻസസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് വന്നിട്ട് ബൊക്കെ എനർജിയാണ്. സോ ഇത് സൂചിപ്പിക്കുന്ന ഒരു തരത്തിൽ ഒരു എന്താ പറയുക, ഇനോഗ്രേഷൻ, എന്തെങ്കിലും ഉദ്ഘാടനം കാര്യങ്ങൾ ചെയ്യുന്ന, ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളൊരു യൂട്യൂബർ ആണ് എങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള സെലിബ്രിറ്റി മറ്റുമാണ്, വലിയ രീതിയിൽ സെലിബ്രിറ്റീസും ആവാം. നിങ്ങളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ എന്തെങ്കിലും ഉദ്ഘാടനങ്ങൾ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ വിളിക്കുന്നതാവാം. ഇത് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന, നിങ്ങളൊരു ബുട്ടീക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തുടങ്ങുന്നു, സമ്മാനങ്ങൾ കാര്യങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ ഇനോഗ്രേഷൻസ് ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത, ഇനിയിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തത കുറവെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ജസ്റ്റ് സ്റ്റാർട്ട്. അതായത് ഇങ്ങനെ ആലോചിച്ചിരുന്ന, നിങ്ങളിതിപ്പോൾ വർഷങ്ങളായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ കയറി കാലങ്ങളായിട്ട് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യെസ്, ഇത് എന്താ പറയുക, ഈ ഒരു ക്ലാരിറ്റി അനിവാര്യമാണ്. അപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മയല്ല ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകുന്തോറും മുന്നിലുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് വീപ്പിംഗ് വില്ലോ ആണ്. ഇപ്പോൾ ഒരു ഫാമിലി സോറോ സിറ്റുവേഷൻ, ഇതൊരു സോറോ ആ ഒരു എനർജി അല്ല, മറിച്ച്
സോറോ മീൻസ് ചിലപ്പോൾ നിങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്നവർ വീട് മാറി പോകുന്നതാവാം. ഇപ്പോൾ മക്കളൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത്, ജോലിക്ക് പോകുന്നതും, അതിന് ചില ആളുകൾ വിവാഹം കഴിച്ച് മക്കൾ മാറിപ്പോകുന്നതോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒരേ സമയം അതൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റാണ്, പക്ഷേ അങ്ങനത്തെ ഒരു സോറോ ഇവിടെ ഫീൽ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ മാറിപ്പോകുന്നു മറ്റൊരിടത്തേക്കും. അപ്പോൾ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് മറ്റൊരിടത്തേക്ക് മാറുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊരു സന്തോഷമാണ്, എങ്കിലും അവരെ മിസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ആഗ്വേ എനർജിയാണ്. സോ ഇത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ. അപ്പോൾ നിങ്ങൾ എന്തോ ലൈഫിലൊന്ന് നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ മിസ്സായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി മിസ്സായിപ്പോയി, ഇനി ലൈഫിൽ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഒരിക്കലും ഒരു വാതിൽ അടയുമ്പോൾ പുതിയൊരു വാതിൽ തുറക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളിവിടെ ഓർക്കാം. കാരണം പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്, പുതിയ അവസരങ്ങൾ, കാര്യങ്ങൾ വർക്ക് റിലേറ്റഡ് ആവാം, അല്ലാത്ത റിലേഷൻഷിപ്പ് റിലേറ്റഡും ആവാം. അപ്പോൾ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി നോക്കാം. പൈൽ നമ്പർ 2. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫ്ലൂട്ടാണ്. സോ ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇവിടുത്തെ ഒരു റിലേഷൻഷിപ്പ് എനർജിയിൽ ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പറഞ്ഞു നേരത്തെ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സൂചിപ്പിക്കുന്നത് റിലേഷൻഷിപ്പിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് പുതിയതായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ ചാടിക്കയറിയിട്ട് ഒരു കണക്ഷൻ സ്ഥാപിച്ച്, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ചാടിക്കയറി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പോസിറ്റീവാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പിന്നെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും സമയം കൊടുക്കുക, സമയം എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ കണ്ട ഉടനെ ഒരു ഭാഗത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ തന്നെ ഓൾറെഡി ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ലാഡറാണ്. അപ്പോൾ എഗെയിൻ വിക്ടറി ലാഡർ എനർജിയാണ്. ക്ലൈംബിങ്, എന്താ പറയുക, കോർപ്പറേറ്റ് ലാഡർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്, ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി കണക്ഷൻ ലൈഫിലേക്ക് വരുന്നു. കരിയർ വൈസ് ഒത്തിരി ഉയരത്തിൽ പോകാനുള്ള ചാൻസസ് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണിക്കുന്നുണ്ട്, പക്ഷേ കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ആവശ്യമില്ല. യു ആർ ഇൻ്റലിജൻറ്റ് ഇനഫ്, യു ആർ സക്സസ്ഫുൾ ഇനഫ്, യു ഡു ഹാവ് ദാറ്റ് ആ ഒരു പൊസിഷനിലേക്ക് നിൽക്കാൻ, ഒരു മാനേജറൽ പൊസിഷനിലേക്ക് നിൽക്കാനുള്ളൊരു ചാൻസ് എല്ലാം, അതിനുള്ള കഴിവ് എല്ലാം തന്നെ നിങ്ങളുടെ കൈകളിലുണ്ട്. അത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെയിൻബോ എനർജിയാണ്. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഇസ് ഓവർ. കാരണം ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈഫിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ ആയിരിക്കാം. ഇതിപ്പോൾ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അടുത്തിടയ്ക്ക് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തി ഇഷ്യൂസ്, അല്ലെങ്കിൽ പ്രഗ്നൻസി വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളവർ, ചിലപ്പോൾ സിസേറിയൻ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായവരും, അതെല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ഹാപ്പിനെസ് ആണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ആ ഒരു മദർഹുഡ്, ഫാദർഹുഡ് ആസ്വദിച്ച് തുടങ്ങുകയാണ്. പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് തരത്തിലും ആവാം ഇത്. ഇനി നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആണ് എങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ചില ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, ഒബ്സ്റ്റക്കിൾസ്, ചാലഞ്ചസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസ്, ചാലഞ്ചസിനൊക്കെ അതിജീവിച്ച് നിങ്ങൾ ഒത്തിരി ക്ഷീണിതരായിട്ടുണ്ടാവും. ഇനി പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആ ഒരു അവസ്ഥ നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ത്രോണാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളിനി സക്സസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും തുടങ്ങി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇനിയും ഉയരത്തിലേക്ക് പോകാം. ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് ഫേസിലേക്ക് പോകാം, അല്ലെങ്കിൽ അത് അടുത്ത പുതിയൊരു ലെവലിലേക്ക് തുടങ്ങാം. ഒരു ബൊട്ടീക്കാണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് വൺ, തേർഡ് വൺ, അങ്ങനെ മുന്നോട്ടേക്ക് പോകാം. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകാം. അവാർഡ്സ് കാര്യങ്ങൾ മറ്റ് ലെവലിലേക്കൊക്കെ ഉള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. എഗെയിൻ സ്റ്റാർ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ മാറി നിങ്ങളത് വിശ്വസിച്ച് തുടങ്ങുകയാണ്. നിങ്ങളിൽ വ്യക്തത കുറവ്, ഒറ്റയടിക്ക് എല്ലാം പൂർണ്ണമായിട്ട് മാറുന്നില്ല. ഒരു ലെവലിലൊക്കെ എത്തി ഒരു 80% കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഉണ്ട്. ഇനി സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങുകയും നിങ്ങൾ സ്വയം വിശ്വസിച്ച് ആ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എഗെയിൻ മൂൺ എനർജിയാണ്. മൂൺ എനർജി ഇവിടെ ചേഞ്ച് ലൈഫിൽ വരുന്നതാണ്. നിങ്ങളതിൽ വിശ്വസിക്കുന്നു, മാറ്റം അനിവാര്യമാണ് എന്നുള്ളത്. പല മാറ്റങ്ങളും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയിലേക്കാണ് കാണിക്കുന്നത്. മെയിൻ ടർക്കി എനർജിയാണ്. അപ്പോൾ ഈ ടർക്കി എനർജി
ഇവിടെ മെയിനായിട്ട് ചില സിറ്റുവേഷൻസ്, ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചില ആളുകളും അവർ നല്ലൊരു പൊസിഷനിലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവർ ഇത്രയ്ക്കും ഈ ഇഡിയോട്ടിക്കായിട്ട് സംസാരിക്കുന്നു, ഇത്രയും സ്റ്റുപ്പിഡാണെന്നുള്ളത്. അപ്പം അങ്ങനെ പറയുന്ന സിറ്റുവേഷനിലും അവരെ തിരുത്താൻ പോവാതിരിക്കുക. ചില ആളുകൾക്ക് അവർക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല, അപ്പോൾ അത് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളെയും ബാധിക്കുക. അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക, ഓക്കെ 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 അത്രയും പറഞ്ഞ് അതൊക്കെ ഒന്നും കൂടുതൽ അല്ലെങ്കിൽ പോവാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യാം. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ നിങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന, ഏതെങ്കിലും അർത്ഥത്തിൽ ഉയരത്തിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞാൽ അതിൻ്റെ പുറകെ തൂങ്ങാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്ന. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ വന്നിട്ട് റാബിറ്റ്, റാം, ഓൾഡർ വുമൻ, നെക്സ്റ്റ് വന്നിട്ട് ഗ്രാസ് ഹോപ്പർ, ഫ്ലാഗ് ആൻഡ് പിഗ് ആൻഡ് മെയിൻ തീം വന്നിട്ടുള്ളത് ഡോൾഫിൻ എനർജിയാണ്. സോ ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ റാബിറ്റ് എനർജിയാണ്. റാബിറ്റ് എനർജി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, പ്രൈവറ്റ് ലൈഫിൽ എന്തൊക്കെ ഇഷ്യൂസ് കാണുന്നുണ്ട്, അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആളുകളായിട്ട് ചില കാര്യങ്ങളിൽ ആൾക്കാർ തുറന്ന് സംസാരിക്കാൻ മടിയുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് തമ്മിൽ അവരുടെ കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറെയോ അതുപോലെ ഒരു സൈക്കോളജിസ്റ്റ് ആരെയാണ് എന്നുള്ളത് ഇവരെ കണ്ടെത്തി തീരുമാനങ്ങൾ എടുക്കുക. കാരണം ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കുമ്പോൾ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും. അത് ക്ലിനിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ആരുടെയെങ്കിലും സംസാരിക്കാം. സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ട് അത് എക്സ്പ്രസ് ചെയ്യല്ല വേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അവർക്ക് അതിൽ വായിൽ തോന്നിയ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം സംബന്ധിച്ച് ഒരിക്കലും അവർക്കൊരു അഭിപ്രായം പറയാം, ഒരു സൊല്യൂഷൻ പറയാൻ പറ്റില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. റാം എനർജിയാണ്. കാരണം ഇവിടെ ഒരു സ്റ്റബോൺ അഗ്രസീവ് പേഴ്സൺ കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളാണ് എങ്കിൽ ഇങ്ങനെ ധാർഷ്ട്യത്തോടെ ദേഷ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാം. ഇതിപ്പോൾ പേഴ്സണൽ ഹസ്ബൻഡ് വൈഫ് ലവേഴ്സ് തന്നെ ആയിരിക്കണം എന്നില്ല, ചില ഫ്രണ്ട്ഷിപ്പ് ആവാം. ഇവിടെ നിങ്ങൾ ആ ഒരു സ്റ്റബേൺനെസ്, നെഗറ്റീവ് എനർജി നിങ്ങളിലാണ് കാണിക്കുന്നത്, അഗ്രസീവ്നെസ്സും. അത് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വരാം. ബന്ധങ്ങളെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ആവാം, സൗഹൃദങ്ങൾ, കൊളീഗ്സ് ആവാം, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈവൻ അതും എഫക്റ്റഡ് ആവാം. അപ്പോൾ ഈ ഒരു ചില ആളുകൾക്ക് ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആങ്കർ മാനേജ്മെൻറ്റ് കോഴ്സസ് കാര്യങ്ങളൊക്കെ എടുത്താലും പ്രശ്നമില്ല. കാരണം നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അഡിക്ഷനാണ് ഈ ദേഷ്യം, വാശി എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല, അപ്പോൾ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യുക, ഒരു കൗൺസിലർ കാര്യങ്ങളൊക്കെ പോലെ കണക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് നെക്സ്റ്റ് വന്നിട്ട്. അതേപോലെ തന്നെ ഓൾഡർ വുമൻ എനർജിയാണ്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിലൊരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു ഓൾഡർ ആയിട്ടുള്ളൊരു ലേഡി ആവാം. ഇവിടെ ലേഡി തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ആ ഒരു നമ്മൾ ടാരോയിൽ ഫെമിനൈൻ മസ്കുലൈൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന രീതിയിലല്ല. ഡിഫറെൻറ്റ് എനർജീസാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി മാത്രമാണത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ ആവാം, നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അത് പ്രായം തന്നെ ആയിരിക്കണം എന്നില്ല. എക്സ്പീരിയൻസ് പ്രായം കൊണ്ടോ അല്ലെങ്കിൽ മെച്യൂരിറ്റി പ്രായം കൊണ്ടോ വരുന്ന ഒന്നല്ല. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഗ്രാസ് ഹോപ്പർ എനർജി. ലൈഫിൽ ബാലൻസ് കൊണ്ടുവരേണ്ടുന്ന സാഹചര്യം എങ്ങനെയാണ്, ലൈഫിൽ എങ്ങനെ ബാലൻസ് കൊണ്ടുവരാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ട് ചെയ്യാവുന്നത്, അതായത് എവിടെയൊക്കെ ശ്രദ്ധ കൊടുക്കണം. ജീവിതത്തിൽ ബാലൻസ് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സമയമാണ് ഈ അടുത്ത് വരുന്ന 30 ഡേയ്സ് എന്ന് പറയും. ഈ വരുന്ന 30 ഡേയ്സ് വളരെ പ്രാധാന്യമുള്ളതാണ്. ജീവിതത്തിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളായിരിക്കും. വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതോ കൊണ്ടോ ലൈഫ് ബാലൻസ്ഡ് ആയിട്ട് പോകില്ല. അപ്പോൾ രണ്ടും
ഒരേപോലെ രണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഫ്ലാഗാണ്. സോ ഇത് ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, ഉദാഹരണമാണ് ജോലിക്ക് ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ റെസിഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ അതുകൊണ്ട് ഇത്രയും സാലറി തരാൻ പറ്റില്ല, ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ ആണെന്നുള്ള രീതിയിലേക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിലോ കാരണങ്ങൾ കൊണ്ടിട്ടോ നിങ്ങൾ ഒരു പക്ഷേ അതിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇറ്റ്സ് മോർ ലൈക്ക് ലോവറിങ് യുവർ സ്റ്റാൻഡേർഡ്. കാരണം പക്ഷേ ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ജോലിയേക്കാളും തീരെ താഴെയാണ്. നിങ്ങൾ അപേക്ഷിച്ച് ജോലി എന്ന് വെച്ചാൽ ഹയർ പൊസിഷനാണ്, പക്ഷെ സാലറി നോക്കുമ്പോൾ ഇതിന് മുമ്പത്തേക്കാളും താഴെ. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുക, കോൺഫിഡൻസ് കളയാതിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ വേറെ ചില ബന്ധങ്ങളിലായിരിക്കാം റിലേഷൻഷിപ്പ് നിലനിർത്താൻ ചില ആളുകൾ ഇൻസൾട്ടിങ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അത് ഏത് തരത്തിലുള്ള ബന്ധത്തിലായാലും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കളയാതിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് പിഗ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഗ്രീഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീഡ് നിങ്ങളുടെ അല്ല, ഈ എനർജി നിങ്ങളുടെ അല്ല കേട്ടോ, അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യത്തിൽ കവിഞ്ഞുള്ള ആക്രാന്തമുള്ള ആളുകളാണെന്ന്. അത് അറിഞ്ഞിട്ടും അങ്ങനെയുള്ള ആളുകളെ ആവാം നിങ്ങൾ കൂടെ നിർത്തുക. അതും എഗെയിൻ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ലോവർ ആക്കും മറ്റുള്ളവരുടെ കണ്ണിൽ. അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെ നിർത്തുമ്പോൾ നിങ്ങളും ആ ഒരു ടൈപ്പാണെന്ന് ആളുകൾ ചിന്തിച്ചു പോയേക്കാം. അപ്പോൾ ഈ അത്യാഗ്രഹവും അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുക. ബിവെയർ ഓഫ് സച്ച് പീപ്പിൾ എന്നുള്ളതാണ്. അങ്ങനെ ഗ്രീഡി ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മെയിനായിട്ട്. നെക്സ്റ്റ് വന്നിട്ട് മെയിൻ തീം വന്ന് ഡോൾഫിൻ എനർജിയാണ്. ഇപ്പോൾ ഫിനാൻഷ്യലി വളരെ സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സമയമാണിത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ സക്സസ് മെയിനായിട്ട് ഇത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവാം. കാരണം നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൻ്റെയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം മെച്ചുവർ ആവുന്നതാവാം, അപ്പോൾ അതിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നു എന്നുള്ളതും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് കടം കൊടുത്തത് ഒത്തിരി നാൾ മുമ്പ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തത് അത് ഒരുമിച്ച് തിരിച്ചു കിട്ടുന്നതാവാം ഇപ്പോൾ. അങ്ങനത്തേക്ക് വരെ എനർജി ഫിനാൻഷ്യൽ ഗെയിൻ പൊതുവെ ലൈഫിൽ കാണിക്കുന്ന ഒരു സമയം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി എടുത്ത് നോക്കാം. Pile number 3. So pile number 3. Let's see. ഇനി വന്നിട്ടുള്ളത് ഫയർ ക്രാക്കേഴ്സ് എനർജിയാണ്. വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ തീം നമ്മൾ നേരത്തെ എനർജി റാബിറ്റ് എനർജിയാണ്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് എനർജി വളരെ ആങ്സൈറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ് ചില ആളുകളിലും. എക്സൈറ്റഡ് ആകുമ്പോൾ ചില ആളുകൾക്ക് എക്സൈറ്റ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൂടുതൽ എക്സൈറ്റഡ് ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ ബാക്കിലേക്ക് പോകും. കാരണം ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തെറ്റുകുറ്റങ്ങൾ വരാം. അപ്പോൾ ഓവർ എക്സൈറ്റഡ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കാം. അത് ഇവിടെ മെയിനായിട്ട് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജിയിലും സൂചിപ്പിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള അവരുടെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കുളമായി പോകുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാവും. അതല്ലാത്ത നിങ്ങളുടെ വർക്ക് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ചില കാര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ പഠിത്തമാകാം അല്ലെങ്കിൽ ജോലിയിൽ പല കാര്യങ്ങൾ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ വീട്ടിൽ വരുന്നു. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ആ ഒരു എനർജിയാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകിച്ച് 25 ഡേയ്സിൽ ശ്രദ്ധിക്കാം. ലോബ്സ്റ്റർ എനർജി ഒരു ഫിനാൻഷ്യൽ പിഞ്ച്. ഈ ഒരു ഫിനാൻഷ്യൽ പിഞ്ച് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് മെയിനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഗ്രഷൻ്റെയോ നിങ്ങളുടെ സ്റ്റബേൺനെസ്സിൻ്റെ ഭാഗമായിട്ടാവും. കാരണം നിങ്ങൾ സ്റ്റബേണായിട്ട് നിൽക്കുക, അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആവാം. അപ്പോൾ ആ ദേഷ്യം ധാർഷ്ട്യം ഇതൊക്കെ മാറ്റി വയ്ക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലയൺ എനർജിയാണ്. ആക്ട് ചെയ്യേണ്ടടുത്ത് ആക്ട് ചെയ്യുക. പക്ഷെ നമ്മളറിയാമല്ലോ ലയൺ എനർജി പതുങ്ങിയിരിക്കും അവസരം വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ആ സമയത്ത് ആക്ട് ചെയ്യുക, അല്ലാണ്ട് വെറുതെ ചാടിക്കയറി പ്രതികരിക്കാനോ അല്ലെങ്കിൽ ധാർഷ്ട്യം കാണിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായി. ലയൺ നമ്മൾ പറയുമ്പോൾ സിംഹം കാട്ടിലെ രാജാവാണ്. പക്ഷെ എന്നിരുന്നാലും ചില സമയങ്ങളിൽ അത് പുറകോട്ടേക്ക് പോകും. കാരണം അതിനറിയാം എവിടെയാണ് എപ്പോഴാണ് ആ ഒരു ഇത് കാണിക്കേണ്ടത് എന്നുള്ളത്. പിന്നെ സ്കെയിൽ എനർജിയാണ്. ഇപ്പോൾ ബാലൻസ് മെയിൻ തീം നിങ്ങൾ സ്ട്രോങ് എനർജി കണക്ഷനാണ്. ഗ്രാസ് ഹോപ്പർ സ്കെയിൽ എനർജി രണ്ടും സൂചിപ്പിക്കുന്നത് ബാലൻസ് ആണ്. അപ്പോൾ സ്ട്രോങ് മെസ്സേജാണ് നിങ്ങൾക്ക് ബാലൻസ് ലൈഫിൽ അനിവാര്യമാണ് എന്നുള്ളത്. അത് ബാലൻസ് ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ലാതെ എന്താ പോകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഏത് കാര്യത്തിലാണ് ബാലൻസ് ഇല്ലായ്മ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ,
എഗ് എനർജിയാണ്. സോ ലൈഫിൽ സക്സസ്ഫുൾ ആകുന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഹാർഡ് വർക്കൊക്കെ ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ തീം ഫ്ലാഗ് ആൻഡ് എഗ് എനർജിയാണ് വന്നത്. അപ്പോൾ ഫ്ലാഗ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് കുറയ്ക്കാതിരിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും പേ ഓഫ് ചെയ്യും. ഡോണ്ട് സെറ്റിൽ ഫോർ സംതിങ് ദറ്റ്, എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു കഴിവിന് താഴെയുള്ളതിലൊന്നും പോയിട്ട് സെറ്റിൽ ആവുക, ഇതിനെക്കൊണ്ട് പറ്റില്ല, ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചിട്ട് ഡോണ്ട് സെറ്റിൽ ഫോർ സംതിങ് ലെസ് ദാൻ വാട്ട് യു ഡിസേർവ്. നിങ്ങൾ ബെറ്റർ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കുറച്ചധികം നാളായിട്ട് ജോലി ഇല്ലാതിരിക്കുമ്പോൾ. ടാർഗറ്റ് എനർജിയാണ്, നിങ്ങളൊരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ ഗോൾ എന്താണ് അത് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ആ ഗോളിലേക്ക് എത്താനുള്ള കഴിവ് നിങ്ങളുണ്ട്. ഷാർപ്പ്, ഫോക്കസ്ഡ്, നല്ല രീതിയിൽ എല്ലാം അനലൈസ് ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോയാൽ മതി. അതിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷീൽഡാണ്. നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ തീം. അതേപോലെ ഫിനാൻഷ്യലി നിങ്ങൾ സക്സസ്ഫുൾ ആകുന്ന എനർജിയാണ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ ഇവിടെ ഒരു എനർജി, നിങ്ങൾക്ക് പണം കിട്ടാതിരിക്കുന്ന അവർക്ക് നിങ്ങളൊരു വിലയുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളത് ധൈര്യമായിട്ട് ചോദിക്കുന്നുണ്ടാവില്ല. ഇവിടെ നിങ്ങൾ തുറന്ന് ചോദിക്കുകയാണ്, നൗ ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് ദ മണി. അതിനെന്തെങ്കിലും ലീഗലായിട്ടുള്ള രേഖകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഈ പണം കിട്ടാനുള്ള നിങ്ങളുടെ ഓൾഡ് കമ്പനി, ക്ലയൻസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ലീഗലി മൂവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവരോട് ഇത് പറയാം. മൂവ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടിട്ട് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.